ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ നമുക്കൊന്നൊരു ലോഡർ ഫ്രൈസ് എങ്ങനെ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ അതിനായിട്ട് ബോൺലെസ് ചിക്കൻ അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മസാലപ്പൊടികളായിട്ട് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലയും പാകത്തിന് ഉപ്പും കൂടെ ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു ഇത്തിരി വിനീഗറും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരു 20 മിനിറ്റ്സ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ 20 മിനിറ്റ്സിന് ശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതാവുന്ന ഫ്രൈ ആയിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിൻ്റെ വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കുക. ഒക്കെ നന്നായിട്ട് മെൽറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു പരുവായിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കുക. തിക്നെസ് കൂടുതലായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുക്കുക. ഇനി അതിലേക്ക് ചീസ് സ്ലൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 എണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ വൈറ്റ് സോസ് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കൊന്ന് ലോഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് നമ്മൾ ചെറിയൊരു കണ്ടെയ്നർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് വൈറ്റ് സോസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലൊന്ന് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് ഇട്ട് കൊടുക്കുക. പിന്നെ വൈറ്റ് സോസ് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. വൈറ്റ് സോസ് ഒഴിച്ചു, പിന്നെ ടൊമാറ്റോ സോസും ഇച്ചിരി ഡെക്കറേഷന് വേണ്ടിയിട്ട് അതിൽ കുറച്ച് ചില്ലി ഫ്ലേക്സും അതുപോലെ കുറച്ച് ഒറിഗാനോയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ലോഡഡ് ഫ്രൈസ് റെഡി ആയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അടിപൊളിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്